1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടി തുടങ്ങി. നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പത്തനംതിട്ട അടൂരിൽ നിന്നുള്ള ബീച്ചേട്ടനാണ്. അപ്പോൾ ബീച്ചേട്ടൻ ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ മരുന്ന് കഴിച്ചതിന് ശേഷം, എന്താണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം തന്നെ നിങ്ങളോട് നേരിട്ട് പറയും. നമസ്കാരം ബീച്ചേട്ടാ. എനിക്ക് ഒരു 3-4 വർഷത്തിന് മുകളിലായിട്ട് മൂക്കടപ്പായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള വിഷയം. ഇത് കൂടുതലും എനിക്കിത് അനുഭവപ്പെടുന്നത് തണുപ്പ് സീസൺ വരുമ്പോഴാണ് കൂടുതലും വരുന്നത്. നേരത്തെ ഞാൻ ആലപ്പുഴയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഈ ഹൈവേയിലൂടെ ഡെയിലി പോയി വരുന്നതുകൊണ്ട് പൊടി പടലങ്ങളാണെങ്കിലും അങ്ങനെ ആദ്യം അലർജി ആണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ കൂടുതൽ ഈ തണുപ്പ് വരുന്ന സമയത്താണ് കൂടുതൽ ഇങ്ങനൊരു സിംറ്റം കാണിക്കുന്നത്. പിന്നെ തുടർച്ചയായിട്ട് മൂക്കൊലിപ്പ് വരിക, അതേപോലെ ശ്വാസം എടുക്കാൻ വരിക. കൂടുതലും എനിക്ക് ഈ ഭാഗത്തുള്ള ചില റൈറ്റ് സൈഡിലുള്ള മൂക്കാണ് കൂടുതലും പൂർണ്ണമായിട്ടും അടഞ്ഞിരിക്കുമായിരുന്നു. അല്പം മാത്രം ഈ ലെഫ്റ്റ് സൈഡിലുള്ള പിന്നെ മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റും. ഇത് പകൽ സമയത്ത്. രാത്രിയിലൊക്കെ ആണെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ ഓക്സിജൻ ഡ്രോപ്പ് പോലെയുള്ള മരുന്നുകൾ ഒഴിച്ചെങ്കിൽ മാത്രമേ രാത്രിയിൽ കഴിച്ചു കൂട്ടാൻ ഉപകാരമായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ പല മെഡിസിൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ മരുന്ന് കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഇത് പുനരാരംഭിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് വഴിയാണ് ഈ ഹെർബൽ ടച്ച് എന്ന് പറയുന്ന സ്ഥാപനത്തെ പറ്റി കേൾക്കുവാനും ഇതുപോലെയുള്ള വീഡിയോകൾ കാണുവാനും സാധിച്ചത്. അപ്പം അങ്ങനെ ഞാൻ ജസ്റ്റ് ഇവിടെ വന്നതാണ്. വന്ന് സാറിനെ കണ്ട് പിന്നെ ഒരു ഡോസ് മരുന്ന് ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പേ, ഞാൻ ഇലക്ഷന് മുമ്പേ കഴിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ കഴിഞ്ഞ 8-ാം തീയതിയാണ് ശരിക്കും മരുന്ന് കഴിച്ചിട്ട് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് വരാൻ അല്പം ബുദ്ധിമുട്ടപ്പം. പക്ഷേ ഇത് കഴിച്ച ആ ലാസ്റ്റ് ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടി തുടങ്ങി. ആ മൂക്കൊലിപ്പ് പൂർണ്ണമായിട്ടും മാറി. അതേപോലെ ക്രമേണ റൈറ്റ് സൈഡിലുള്ള മൂക്കിൽ നിന്നും എനിക്ക് ശ്വാസം എടുക്കാൻ സാധിക്കുന്നു. ഇപ്പം പൂർണ്ണമായിട്ടും എനിക്ക് റൈറ്റ് സൈഡിലുള്ള മൂക്ക് പൂർണ്ണമായിട്ടും തുറന്ന് തന്നെ ഓപ്പറേറ്റ് വെച്ചാൽ 2 സൈഡിൽ ചിലപ്പോൾ ഞാൻ പിന്നെ മൂക്കിലൊഴിക്കുന്ന മരുന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും എനിക്ക് ശ്വാസം എടുക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനത് സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ള, പക്ഷേ ഈ ഒരു എനിക്ക് ഇങ്ങനൊരു ഇത് റിസൾട്ട് കിട്ടിയപ്പോൾ സാറിനെ വന്ന് നേരിട്ട് വന്ന് അത് പറയണമെന്നുള്ള ആ ഒരു ഇതിന്റെ പേരിൽ കൂടിയാണ് ഞാനിപ്പം രണ്ടാമത് നേരിട്ട് വന്നത്. അപ്പം ഇതില് എനിക്ക് ഇപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയതിൽ വളരെ ഏറെ സന്തോഷം. സാറിനോട് എൻ്റെ ഒരു തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ വലത്തെ മൂക്കില് ദശയുടെ ഒരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് വളരെയധികം വീർത്ത് പുറത്തേക്ക് തള്ളി വന്ന് നമുക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 3-4 വർഷം മുമ്പേ എനിക്കിത് വന്നു. അപ്പം ഇത് ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോ ഇത് പിന്നെ സർജറി ചെയ്യണം. അപ്പൊ അന്ന് പറഞ്ഞത് ഇത് വീണ്ടും സർജറി ചെയ്താൽ തന്നെ വീണ്ടും ഇത് അലർജി പ്രശ്നമാണ്, വീണ്ടും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം സർജറി ചെയ്താലും വീണ്ടും വരുമല്ലോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് സന്തോഷമാണ്. ഇല്ല, അതാണ്. അപ്പൊ നമ്മൾ ആ ഒരു പുറത്തേക്ക് തള്ളി നിന്നിരുന്ന നമ്മുടെ ദശ നന്നായിട്ട് ചുരുങ്ങി അതങ്ങ് പോയി, ഉള്ളിലേക്ക് അതങ്ങ് പോയി. അപ്പൊ ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ ദശയുടെ ബുദ്ധിമുട്ടുകളില്ല. അതാണ് നമുക്ക് കൂടുതലായിട്ടും ശ്വസിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ. അല്ലെ, അത് എനിക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. കാരണം ശ്വാസം നല്ലപോലെ 2 മൂക്കിലൂടെ എടുക്കാൻ പറ്റുമ്പോൾ അത് നമ്മുടെ ഉറപ്പായിട്ടും എനിക്ക്. കാരണം അന്ന് വന്ന ആളെ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴുള്ള കണ്ടീഷനും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വ്യത്യാസങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മുഖത്തൊക്കെ ഒരു ചെറിയ നീര് പോലൊരു വീർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നന്നായിട്ട് കുറഞ്ഞു. കാരണം ആ കഫം കെട്ടി നിന്നതും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറഞ്ഞു. അപ്പൊ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ മെഡിസിൻസ് നമുക്ക് മുഴുവനായിട്ട് നമുക്ക് നിർത്താൻ പറ്റും. ഓക്കെ, ശരി ചേട്ടാ, താങ്ക് യു.